ഈ റീൽസിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന രണ്ട് വിജയ് അണ്ണൻ കട്ട ഫാൻസ് എന്ന് തന്നെ പറയണം. അവര് വിജയ് അണ്ണൻ കഴിഞ്ഞേ ആരുമുള്ളൂ. അങ്ങനത്തെ രണ്ട് മിടുക്കന്മാർ ആയിട്ടുള്ള പൊട്ടന്മാർ ആയിട്ടുള്ള എന്നൊക്കെ പറയേണ്ടി വരും. സീരിയസ്ലി പൊട്ടന്മാരെന്ന് നമുക്ക് പറയാനുള്ള അവകാശമില്ല. ആ വാക്ക് നിങ്ങൾക്ക് തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ചെടുത്തോളൂ, ഇല്ല എന്നെ കമന്റ് ചെയ്തോളൂ കേട്ടോ. എന്തായാലും ആ രണ്ട് വീഡിയോ എനിക്ക് ഒരാൾ അയച്ചു തന്നിട്ടുണ്ട്. കുറെ ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറയുന്നുണ്ട്. അതിൽ ഒരാളത് ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റേ ആളത് ഞാൻ കുറച്ച് ഭാഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചില വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഈ വീഡിയോ എന്തായാലും കണ്ടിട്ടില്ല. സോ ഇവരുടെ ഒരു ഫാൻ എന്താ പറയാ, ഒരു ഇഷ്ടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൽ അലിഞ്ഞില്ലാതായി പോകും എന്നുള്ളതാണ്. ആദ്യത്തെ വീഡിയോ കണ്ടു നിങ്ങൾ ഇത് ഇന്റർനാഷണൽ വിജയ് ഫാൻ, പ്രസിഡന്റും സെക്രട്ടറി ആവാൻ അവകാശമുള്ള ആളാണ് കേട്ടോ. കണ്ടുനോക്കൂ. അങ്ങനെ കോപ്പ വന്നു, യൂറോ വന്നു, നമ്മളെ മെസ്സി, ക്രിസ്ത്യാനോ, നെയ്മർ, സുൽത്താൻ ഇവരൊക്കെ കളി കാണുമ്പോ ഞാൻ ഒരു കാര്യമാണ് മനസ്സിൽ ചിന്തിച്ചത്. എന്റെ വിജയണ്ണൻ ഒരു ഫുട്ബോൾ താരമാണെങ്കിൽ എത്ര ഞാൻ സന്തോഷിച്ചേന്. അങ്ങേരെ ബിഗിലൊക്കെ നിങ്ങൾ കണ്ടതല്ലേ, എത്ര റിയൽ ആയിട്ടാണ് അങ്ങേരെ സ്റ്റില്ലും കാര്യങ്ങളൊക്കെ. ആ ട്രെയിലറും ആ സിനിമയും കണ്ടാൽ നമുക്ക് രോമാഞ്ചം കൊള്ളു. നമ്മൾ തന്നെ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിപ്പോകും. എങ്ങനെയുണ്ട്? കോപ്പ വന്നു, യൂറോ വന്നു, പല തരം ഫുട്ബോൾ സംഭവങ്ങൾ വന്നു. മെസ്സി, നമ്മുടെ മെസ്സി കപ്പടിച്ചു. ഇതൊക്കെ കാണുമ്പോൾ ഇദ്ദേഹം ആലോചിക്കുകയാണ്, ഇദ്ദേഹത്തിന്റെ വിജയണ്ണൻ ആ ബിഗിലൊക്കെ കണ്ടില്ലേ, എന്താണ് അത് കണ്ട നമ്മൾ വരെ രോമാഞ്ചം വന്ന് ഫുട്ബോൾ പ്ലെയർ ആയി പോകും. നെക്സ്റ്റ് അടുത്ത ആളാണ് പോലം, ഇതിന്റെ ബെസ്റ്റ് വിജയണ്ണ എന്ന് പറയാൻ തന്നെ ആള്. ഇപ്പോ ഞാൻ പറയാണ് വിജയ്ക്ക് അഭിനയിക്കാനെന്ന് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ അയാൾ എന്തെന്നാ കിടന്ന് കാണിക്കണത്, വലിയ അഭിനയവും കാര്യങ്ങളും ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ എന്റെ അടുത്ത് എന്താ പറയാ? നിങ്ങൾക്ക് വിജയണ്ണൻ എന്താന്ന് അറിയോ? വിജയണ്ണൻ എങ്ങനെയാന്ന് അറിയോ? നിങ്ങൾ കൂടെ അഭിനയിക്കും, വിജയണ്ണന്റെ കൂടെ ഒരു ഷോട്ടിൽ നിന്ന് അഭിനയിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എനിക്ക് വിജയണ്ണനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ എനിക്ക് സഹിക്കില്ല. നിങ്ങൾ അത് വിജയണ്ണൻ നിൽക്കുന്ന സ്ക്രീനിൽ ഒരു ഷോട്ടിൽ നിങ്ങൾക്ക് അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ? ടെൻഷനില്ലാണ്ട് അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് അത്ര ഇഷ്ടമാണ്, ഇങ്ങനെയൊന്നും പറയരുത്. ആൾക്ക് അഭിനയിക്കുന്ന അറിയാം, അതുകൊണ്ടല്ലേ ഈ ലോകം മൊത്തം ഇഷ്ടപ്പെടുന്നത്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ. ഇങ്ങനെയൊന്നും അതിന്റെ മുന്നേ കരയിപ്പിക്കാതെ ഇതിന്റെ ഫുള്ള് എവിടെ കിട്ടാവോ? ഇനി പല വീഡിയോ ഉണ്ട്, കാണാനുള്ള ത്രാണി എനിക്കില്ല. കരയിപ്പിക്കും. എന്താ ചെയ്യ, എന്തൊരു ഫാൻ. ആക്ച്വലി ഇത് കണ്ടിട്ട് വിജയണ്ണന്റെ ഒരു അതല്ല നമുക്ക് ആലോചിക്കുന്നത്, ഇദ്ദേഹത്തിനോടാണ് നമുക്ക് ആരാധന. ഒരാൾക്ക് ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അത്ര ഡീപ്പായിട്ട് ഒരാളുടെ അഭിനയം, ഒരാളുടെ സോറി ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്, ചിരിക്കാൻ പാടില്ല, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് വേർക്കല്ലേ, ഒരാളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു മനുഷ്യനെ ജീവിതത്തിൽ എന്താ പറയാ, നമ്മുടെ ഐക്കണായിട്ട് കാണുക ഒന്നുമില്ല, അതിനപ്പുറത്തേക്ക് ആ മനുഷ്യനിലേക്ക് അത്രയും അയാളുടെ ആറ്റിറ്റ്യൂഡ്, അയാളുടെ ഡയലോഗ് ഡെലിവറി, അയാളുടെ സ്ക്രീൻ പ്രസൻസ്, അയാളുടെ എല്ലാം കൊണ്ടും ഒരു വിജയ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇത്രമാത്രം, വിജയ് മാത്രം പോട്ടെ, ആരും ആയിക്കോട്ടെ, അത് അത്രയും നമ്മൾ സ്നേഹിച്ച്, അത്രമാത്രം നമ്മൾ അയാളെ മനസ്സിലാക്കി, അങ്ങനെയൊക്കെ ഒരാൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ? എനിക്ക് സംശയമാണ്. ഇപ്പോ അല്ലേ, അങ്ങനെ ഒരു കാര്യമില്ല, ഒരു രക്തബന്ധം ഒന്നുമല്ല. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഒരു കാര്യം പറയാനുള്ളത്, അതായത്
വിജയ് ഇത് കണ്ട പുള്ളി താല തല്ലിച്ചാവും. കാരണം ഇങ്ങനത്തെ ഒക്കെ ഫാൻസ് എനിക്ക് ഉണ്ടോടേ എന്ന് ഞാൻ ഈ സിനിമ ജീവിതം നിർത്തണമെന്ന് ഉറപ്പിക്കും. പുള്ളി ഇപ്പോ 2026 വരുന്ന ഇലക്ഷനോട് കൂടി മുഴുവനായിട്ട് സിനിമ നിർത്തും എന്ന് പറയും. ആരാധകരുടെ ആവശ്യപ്രകാരം പുള്ളി മുഴുവനായിട്ട് സിനിമ ചെയ്യുന്നുള്ള വാക്കും തന്നിട്ടില്ല, പക്ഷെ സിനിമ ചെയ്യും, വർഷത്തിൽ ഒരു സിനിമ ചെയ്യും എന്ന് പറയും. അതൊക്കെ തമിഴ് മാധ്യമങ്ങൾ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുകയും അത് വലിയ വാർത്തകളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്തൊക്കെ കേരളത്തിൽ ഇത്രയും വലിയ ലോക ആളുകൾ ആരാധകരുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പുള്ളി സിനിമ ജീവൻ തന്നെ നിർത്തും. അയ്യോ എന്തൊക്കെയാണ് പറയണത്. എനിക്ക് വിജയൻ ആരാ നിങ്ങൾക്ക് അറിയോ? ഇങ്ങനെയൊന്നും പറയരുത്.